താമരശ്ശേരിയിൽ ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകളുടെ പിതാവ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയ്ക്കായി കയറ്റിയിരിക്കുകയാണ്. കുട്ടിയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് പിതാവ് സനൂപ് ആക്രമണം അഴിച്ചുവിട്ടത്. തലയ്ക്ക് ഏറ്റ മുറിവ് ഇതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചേ പറ്റൂ. ഇതിന്റെ ഇല്ല, പോലീസ് ഹെഡ് പോസ്റ്റ് അവിടെ ഇല്ല. അപ്പം നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിപിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ആരോഗ്യനില CT എടുത്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാനുള്ള നടപടികൾ കർക്കശമായി വേണമെന്ന് ഈ അവസരത്തിൽ നമ്മൾ പറയാം. ഇതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും എമർജൻസി സർവീസ് ഒഴികെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് DMO നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധവും അതുപോലെ കാഷ്വാലിറ്റി സേവനങ്ങളടക്കമുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം മുതൽ KGM, അതായത് ഗവൺമെൻറ് ആശുപത്രികൾ, മുഴുവൻ ഗവൺമെൻറ് ആശുപത്രികളിൽ, അത് ജില്ലയിലെ ബാക്കി സ്ഥാപനങ്ങളിൽ. പക്ഷേ താമരശ്ശേരിയിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ജീവൻ അപകടത്തിലായിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്യാനാണ്? അപ്പം നമുക്കത് പറ്റില്ല. ഞാൻ ഡോക്ടർ വിപിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. എൻ്റെ പേര് കിരൺ. അവിടെ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ യാതൊരു പ്രകോപനമില്ലാതെ ഒരാൾ വന്നിട്ട് ബാഗിൽ നിന്ന് വടിവാളെടുത്തിട്ട് വെട്ടുകയുണ്ടായത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഞാനും അതുപോലെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തതെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ ആളുടെ തലയിൽ ഫ്രാക്ചറുണ്ട്, ബോൺ ഫ്രാക്ചറുണ്ട്. അത് അതെ ആ സ്ഥലത്ത് ഞാനാണ് ഇരുന്നതെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു. ഇല്ല, പോലീസിന്റെ സാന്നിധ്യം ഇല്ല. ഹെഡ് പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്നാണ്, ഇതുവരെ വന്നിട്ടില്ല. സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു. അതൊരു രോഗിയെ പോലെയാണ് വന്നത്. സെക്യൂരിറ്റി ജീവനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല. ബാഗിൻ്റെ ഉള്ളിലായിരുന്നു വെപ്പൺ എന്നാണ് മനസ്സിലായത്. ഒരു വടിവാളായിരുന്നു. അതെ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ഓടിയെത്തുകയാണ്. ഞാൻ സമീപത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത്. ഒന്നും പറഞ്ഞതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ദൃക്സാക്ഷിയല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ആഴത്തിലുണ്ട്, ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്, സ്കൾ ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അത് കൂടുതൽ എന്താണെന്ന് അറിയണമെങ്കിൽ CT എടുക്കാൻ വേണം. തലേ പറയാൻ പറ്റുള്ളൂ. അത് CT എടുത്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. ഡോക്ടർമാർ സമരത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയിക്കുന്നത്. ഞെട്ടലുണ്ടാക്കിയ സംഭവത്തിൽ ശക്തമായി അപലപിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന.